Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ B.Ed സൈക്കോളജി പേപ്പറിലെ ഒരു ടോപ്പിക്കാണ്. ചാപ്റ്റർ 3 മോട്ടിവേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഈ ചാപ്റ്ററിനകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കാണുക മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് മോട്ടിവേഷൻ ആണ്. തീർച്ചയായിട്ടും മീനിങ് ആൻഡ് ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മോട്ടിവേഷൻ്റെ. പിന്നീട് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. പിന്നീട് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ക്ലാസ് റൂം മോട്ടിവേറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നീട് റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് മാത്രമുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ചാപ്റ്റർ 3 മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിന് പുറകിലും നമുക്കൊരു റീസൺ ഉണ്ടാവും അല്ലേ? അതായത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവും. ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എയിം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവുക. അതിപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി എടുത്താലും നമുക്ക് അതിനു പുറകിലൊരു മോട്ടീവ് ഉണ്ടാവും. നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഈ ഒരു സെന്റൻസ് വെച്ചിട്ടാണ്. ദ ബേസിക് ഫോഴ്സ് ബിഹൈൻഡ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഈസ് നത്തിങ് ബട്ട് മോട്ടിവേഷൻ. ഓക്കെ, ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഉള്ളൊരു ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം പുറകിലൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഒരു പ്രേരണ ഉണ്ടാവും അല്ലേ? നമ്മളെ കൊണ്ട് ആ ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതാണ് എന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോട്ടിവേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മോട്ടം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. MOTUM. ഓക്കെ, ലാറ്റിൻ വേർഡ് മോട്ടത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മോട്ടം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് മോഷൻ എന്നാണ്. മോഷൻ എന്ന് വെച്ചാൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അറൗസിങ് മൂവ്മെന്റ് ഇൻ ദി ഓർഗാനിസം. ഓക്കെ, ഇനി മോട്ടിവേഷനെ കുറിച്ച് ഗിൽഫോർഡ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് എ മോട്ടീവ് ഈസ് എ പെർട്ടിക്കുലർ ഇന്റേണൽ ഫാക്ടർ ഓർ കണ്ടീഷൻ ദാറ്റ് ടെൻഡ്സ് ടു ഇനീഷ്യേറ്റ് ആൻഡ് ടു സസ്റ്റെയിൻ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഗിൽഫോർഡ് പറയുന്നത് മോട്ടീവ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ കണ്ടീഷനാണ്, നമ്മുടെ മനസ്സിലുള്ള ഒരു കണ്ടീഷനാണ്. ആ ഒരു ഫാക്ടർ എന്താ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യിക്കാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അത് ആ ഒരു ആക്ടിവിറ്റി എന്താ നല്ല ആ ഒരു ഫുൾ വിഗറോട് കൂടി അല്ലെങ്കിൽ ഫുൾ സ്ട്രെങ്തോട് കൂടി നമ്മളെ അറ്റൈൻ ചെയ്യിക്കുകയും ആ ഗോള് നമ്മൾ ഉദ്ദേശിച്ച ഗോള് അറ്റൈൻ ചെയ്യിക്കാനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത് മോട്ടീവ്. അങ്ങനെയെങ്കിൽ മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ഇന്റേണൽ കണ്ടീഷൻസ് വിച്ച് ഹെൽപ്പ് ടു ബിഗിൻ ആൻ ആക്ടിവിറ്റി ആൻഡ് പെർസ്യൂ ഇറ്റ് വിത്ത് വിഗർ. ഓക്കെ, അത്തരത്തിലുള്ള എല്ലാ ഇന്റേണൽ കണ്ടീഷൻസും ആണ് എന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടാവുക, നമുക്കൊരു പ്രേരണ ഉണ്ടാവും, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. അത് അറ്റൈൻ ചെയ്താൽ നമുക്കൊരു ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് എന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി there can be one motive behind different actions. Okay, and different motives behind the same action. Okay, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടിവേഷൻ സൈക്കിളിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ ഓർഗാനിസത്തിന് ഒരു നീഡ് ഉണ്ട്, ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ അങ്ങനെയാണ്. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നീഡ് ഉള്ളത് കൊണ്ട്, ആവശ്യമുള്ളത് കൊണ്ട് അതെന്ത് നമുക്കൊരു മോട്ടീവ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അത് ലഭിക്കണം എന്നുള്ള ആ ഒരു നീഡ്, ആവശ്യം ഫുൾഫിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീല് നമുക്ക് വരികയും അത് എന്ത് ചെയ്യും? മോട്ടീവ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടാവുമ്പോൾ ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് മോട്ടീവ് എന്ത് ചെയ്യും? നമുക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും. ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ, നമുക്ക് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യം കൊണ്ട് ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ടെൻഷൻ ഉള്ളത് കൊണ്ട് ആ ടെൻഷൻ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഓർഗാനിസം അങ്ങനെയാണല്ലോ ചെയ്യാറ്. ഇക്വിലിബ്രിയം പോയാൽ എന്ത് ചെയ്യും? ആ ഇക്വിലിബ്രിയം
തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആക്ഷൻസ് ചെയ്യും അല്ലേ, ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗാനിസം ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആക്ഷൻസ്, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ടെൻഷൻസ് ലീഡ് ടു ആക്ഷൻസ്. ഓക്കെ, അങ്ങനെ ആക്ഷൻ ചെയ്യുകയും ആ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഓർഗാനിസത്തിനെ ഗോൾ ഓറിയൻറ്റഡ് ആക്കുന്നു. ഓക്കെ, ആ ഗോൾ അറ്റൈൻ ചെയ്യിക്കണം എന്നുള്ള ഒരു ഇത് വരുന്നു ഓർഗാനിസത്തിൽ. അങ്ങനെ ആവുമ്പോൾ അങ്ങനെ ആക്ഷൻസ് ചെയ്യുകയും ഫൈനൽ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, ഗോൾ അറ്റൈൻ ചെയ്യാൻ, ഡിസൈർഡ് ഗോൾ അറ്റൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓർഗാനിസം. അപ്പോൾ ഓർഗാനിസം സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോട്ടിവേഷൻ സൈക്കിൾ. അങ്ങനെ വീണ്ടും നീഡ് ഉണ്ടാവുന്നു, വീണ്ടും മോട്ടീവ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോട്ടിവേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ 2 തരത്തിൽ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ വേറൊരു പേര് നാച്ചുറൽ മോട്ടിവേഷൻ എന്നാണ്. പിന്നെ എക്സ്ട്രിൻസിക്കിൻ്റെ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ മോട്ടിവേഷൻ. അപ്പോൾ നമുക്ക് ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൽ, ഒരു വ്യക്തിയിൽ സ്വയമേ ഉണ്ടാവുന്നതാണ്. അതായത് ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് പഠിച്ച് വലിയൊരാളാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കുട്ടി എന്തു ചെയ്യും, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും അല്ലേ. അതായത് സ്വയമേ എൻ്റെ ആഗ്രഹമാണത്, പഠിച്ച് വലിയ ആളാവണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ ആക്ടിവിറ്റീസ്, നന്നായി പഠിക്കണം, നന്നായിട്ട് പെർഫോം ചെയ്യണം എക്സാംസിലും കാര്യങ്ങളിലും ഒക്കെ. അപ്പോൾ ആ കുട്ടിക്ക് സ്വന്തം ഇൻസ്റ്റിങ്ക്റ്റ് ആണത്, ആ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് പെർഫോം ചെയ്യുക. അപ്പോൾ സ്വന്തം ആയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് എന്ത്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പുറത്ത് നിന്ന് ആ കുട്ടിയെ ഇങ്ങനെ പഠിക്കുക അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. സ്വയമേ അറിയാം, എനിക്ക് പഠിച്ചാലേ എൻ്റെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ആ കുട്ടി ചെയ്യും. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്, നമുക്ക് സ്വയം തോന്നി നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടാണ്, പ്രേരണ ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്, ദാറ്റ് ക്രിയേറ്റ് സ്പോണ്ടേനിയസ് അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ശരിയാണല്ലോ, നമുക്ക് തന്നെ തോന്നിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അറ്റൻഷൻ ഉണ്ടാവും, മോർ അറ്റൻഷൻ ഉണ്ടാവും അല്ലേ. ആ ഒരു അറ്റൻഷനും ഇൻട്രസ്റ്റും ഒക്കെ എന്താണ്, സസ്റ്റെയിൻ ചെയ്യും, പെർസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണെങ്കിലോ ആർട്ടിഫിഷ്യൽ മോട്ടിവേഷൻ ആണ് അല്ലേ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു ടാസ്ക്, ഇപ്പോൾ എക്സാമിന് പഠിച്ചാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് എക്സാമിൽ പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നതുണ്ടല്ലോ. ഇപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞ് പഠിക്കുക എന്നാലേ എക്സാമിൽ പാസ്സാവൂ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു മോട്ടീവ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. ആർട്ടിഫിഷ്യലി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് കുട്ടിയിൽ അത് ചെയ്യിക്കുന്നത്. അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇൻഡിവിജ്വലിന്, ആ ഒരു വ്യക്തിക്ക് ആ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാർ, ടീച്ചേഴ്സ്, പാരൻസ് ഒക്കെ കുട്ടിയെ മോട്ടിവേറ്റഡ് ആക്കും, പഠിച്ചാലേ എക്സാം പാസ്സാവുള്ളൂ, നല്ല നിലയിൽ പെർഫോം ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടിയെ മോട്ടിവേറ്റഡ് ആക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ളതാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷനാണ്. ഓക്കെ, അതിനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമുക്കറിയാം സ്പോണ്ടേനിയസ് ഇൻസ്പിറേഷനും സ്റ്റിമുലേഷനും ആണ് ഉണ്ടാക്കുക അല്ലേ. നമുക്ക് സ്വയം തോന്നിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും. ഇൻട്രിൻസിക് മോട്ടിവേഷന് ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും. എക്സ്ട്രിൻസിക് മോട്ടിവേഷനേക്കാളും ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഇൻട്രിൻസിക് മോട്ടിവേഷന്. ഇനി ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. ലേണിങ്ങിനെ കുറിച്ച് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എല്ലാ കുട്ടികളിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഈസ് ഓൾസോ റെഫേർഡ് ആസ്
നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഓക്കെ, ആ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദി ഡിഗ്രി ടു വിച്ച് എ സ്റ്റുഡൻറ്റ് ഡിസയേഴ്സ് ടു ബി സക്സസ്ഫുൾ. അതായത് ഡിഗ്രി ടു വിച്ച്, അതായത് ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ്, ഒരു മെഷറാണ് കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു മെഷറിനെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ക്ലിയർ ആവും അല്ലേ? എത്രത്തോളം അച്ചീവ് ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് എന്ത്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മെക്ലെലാൻഡ് ആണ്. ഓക്കെ, 1951. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ സ്കൂൾ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്: ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഗ്രി ടു വിച്ച് എ സ്റ്റുഡൻറ്റ് ഡിസയേഴ്സ് ടു പെർഫോം സ്കൂൾ ടാസ്ക് ഓർ അറ്റംപ്റ്റ്സ് ടു മോണിറ്റർ ഹിസ് ഓർ ഹെർ എബിലിറ്റീസ് ടു റീച്ച് ദി ഗോൾ ആസ്പയർഡ്. ഓക്കെ, അപ്പോൾ കുട്ടി ആസ്പയർ ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു ലെവലാണ്, ഡിഗ്രിയാണ് എന്ത്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് കുട്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് എന്ത്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്താണ്, നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, അതിനെ വേറെ തരത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസിൽ ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ, സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അല്ലേ? ദേ വിൽ വർക്ക് ഹാർഡ് ആൻഡ് പെർഫോം വെൽ ഓൺ ടാസ്ക്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് അവരെ ഇങ്ങനെ കാണുമ്പോൾ ടീച്ചേഴ്സ് അവരെ നന്നായിട്ട് എൻകറേജ് ചെയ്യണം, റീഇൻഫോഴ്സ് ചെയ്യണം. അവർക്ക് സക്സസ് ഉണ്ടാവുമ്പോൾ അവരെ നന്നായിട്ട് റീഇൻഫോഴ്സ് ചെയ്ത് ഇനിയും മുന്നോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അവരെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ടു ഡെവലപ്പ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അഥവാ അച്ചീവ്മെൻറ്റ് മോട്ടീവ് നമുക്ക് എങ്ങനെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുട്ടികളിൽ ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഹോം, ആദ്യം തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഹോം, പിന്നെ നമ്മുടെ സ്കൂള്, സൊസൈറ്റി, ഇതിനെല്ലാം തന്നെ നല്ലൊരു റോളുണ്ട്. കുട്ടികളിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർക്ക് നല്ല റോളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയുള്ള പാരൻസിൻ്റെ ട്രെയിനിങ്, അവരുടെ എക്സ്പെക്റ്റേഷൻ കുട്ടികളോട് ഷെയർ ചെയ്യുമ്പോൾ, പിന്നെ അതേപോലെ തന്നെ സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് മെൻ, വലിയ വലിയ ആൾക്കാരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വരും. ഓക്കെ, അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കും അതേപോലെയൊക്കെ ആവണം എന്നുള്ളത്, അപ്പോൾ അവർക്ക് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉണ്ടാവും, അവരിൽ അത് ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ക്ലാസ് റൂമിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, പിന്നെ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്, ടീച്ചേഴ്സിനെ റോൾ മോഡൽ ആക്കിയിട്ട് പല കുട്ടികളും മുന്നോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് അപ്പ് ഇൻഡിപെൻഡൻറ്റ് റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ ക്ലൈമറ്റ്, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സൊക്കെ തന്നെ കുട്ടികളിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ തന്നെ വളരെ ഫേവറബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളിലും അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉണ്ടാവാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, മോട്ടിവേഷന് ഒരുപാട് റോളുണ്ട് അല്ലേ ലേണിങ്ങിൽ. അതായത് മോട്ടിവേഷൻ ഓക്യുപ്പൈസ് എ സെൻട്രൽ പൊസിഷൻ ഇൻ ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ശരിയാണ്, മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ക്ലാസ് റൂംസിൽ ലേണിംഗ് സാധ്യമാവുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വളരെ ചെറിയ തോതിലൊക്കെ ലേണിംഗ് നടക്കുന്നുണ്ടാവും. നമ്മൾ ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലെസൺ തുടങ്ങുന്നതിന് മുന്നേ കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റഡ് ആക്കിയിട്ട് ലെസൺ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ടീച്ചറുടെ പകുതി വർക്ക് അവിടെ തീർന്നു. കുട്ടികൾ അവിടെ എന്താണ്, മോട്ടിവേറ്റഡ് ആയി, അതായത് ദേ ആർ റെഡി ടു ലേൺ ബൈ ദംസെൽസ്. അപ്പോൾ പകുതി ജോലി തീർന്നു എന്നാണ് പറയുന്നത്. ബാക്കി എന്താണ്, ടീച്ചർക്ക് കുട്ടികളെ ഗൈഡ് ചെയ്താൽ മതി. അവർ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടാസ്ക് ചെയ്യണം, ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ തന്നെ പകുതി വർക്ക് തീർന്നല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, മോട്ടിവേഷന് വളരെയധികം റോളുണ്ട്. അപ്പോൾ
ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ആണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, മോട്ടിവേറ്റഡ് ആയാൽ പിന്നീട് അങ്ങോട്ട് എത്ര ഹാർഡ്ഷിപ്പ് വന്നാലും കുട്ടി അത് കംപ്ലീറ്റ് ചെയ്യും. പല മാർഗങ്ങൾ യൂസ് ചെയ്തിട്ടായാലും കുട്ടി അത് അറ്റൈൻ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ. കുട്ടികളെ മോട്ടിവേറ്റഡ് ആക്കുക. ഓക്കെ, അതാണ് ആ റോൾ ഓഫ് മോട്ടിവേഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് റൂം മോട്ടിവേറ്റിംഗ് ടെക്നിക്സ് ആണ്. അപ്പോൾ മോട്ടിവേഷന് ലേണിംഗ് പ്രോസസ്സിൽ ഒരു സെൻട്രൽ റോളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് മോട്ടിവേഷൻ കൊടുക്കുന്നതിൽ, കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതിൽ ടീച്ചേഴ്സ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില ടീച്ചേഴ്സ് നന്നായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ചില ടീച്ചേഴ്സ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അവർ നേരെ ഡയറക്റ്റ് ചാപ്റ്റേഴ്സിലോട്ട് കടക്കും അല്ലേ. അതിന് മുന്നേ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് അവർ മറന്നു പോകുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് റൂംസിൽ ഒരു മോട്ടിവേറ്റിംഗ് സിറ്റുവേഷൻസ് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 മോട്ടിവേറ്റിംഗ് ടെക്നിക്സ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് എ ഗോൾ. ഓക്കെ, അതായത് ഏതൊരു ആക്ടിവിറ്റിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ മോട്ടിവേറ്റഡ് ആവും, സ്വയം മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ സെറ്റിംഗ് അപ്പ് എ ഗോൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ക്ലാസ് റൂംസിലാണെങ്കിൽ ഓരോ ലെസൺസ് പഠിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുക, ആ ലെസൺ പഠിച്ചാൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ലഭിക്കും, നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഒരു പുതിയ സ്കില്ല് പഠിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ആ പർപ്പസ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരെന്താണ് അതിൽ മോട്ടിവേറ്റഡ് ആവുകയും അവർ സെൽഫായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ആ കാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗോള്, നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്താൽ നമ്മൾ അതാണ് അറ്റൈൻ ചെയ്യാൻ പോകുന്നത്, എന്നാൽ അത് അറ്റൈൻ ചെയ്യിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കണം ഫസ്റ്റ് ടീച്ചേഴ്സ്. ഓക്കെ, അതാണ് സെറ്റിംഗ് അപ്പ് എ ഗോൾ എന്നുള്ള ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് എ പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ക്ലാസ് റൂംസ് എങ്ങനെയായിരിക്കണം, കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുമുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവണം അല്ലേ. അപ്പോൾ അവിടെ ഹിൻഡ്രൻസസ് ആയി വരുന്ന ഫാക്ടേഴ്സിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നോയ്സ്, പിന്നെ അൺഡിസൈറബിൾ സീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെക്നിക്കായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലിങ്കിങ് ദ ന്യൂ ലേണിംഗ് വിത്ത് പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അതിനെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസായിട്ട് ഉള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ, അതിനെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ലിങ്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ഓക്കെ, ഈ ഒരു പുതിയൊരു കാര്യം ഞാൻ പഠിക്കാൻ പോകുന്നതിൻ്റെ ബേസ് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ ബേസിൻ്റെ മേലെ നെക്സ്റ്റ് സ്റ്റെപ്പ് പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ടീച്ചറുടെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിങ്കിങ് ദ ന്യൂ ലേണിംഗ് വിത്ത് പാസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് അഡോപ്റ്റിംഗ് ഇഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഓക്കെ, അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിൽ കൂടി ടീച്ചർ എന്ന് പറയുന്ന ആൾ ആർട്ട് ഓഫ് ടീച്ചിങ് ഉപയോഗിച്ച് അത് കുട്ടികൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് വേണം അവർക്ക് അത് കൺവേ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്, പണ്ടത്തെ ആ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്നിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് നമ്മളിവിടെ തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഇഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് യൂസിങ് അപ്രോപ്രിയേറ്റ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓക്കെ,
അപ്പോൾ അത് നമുക്ക് ക്ലാസ് റൂംസിൽ ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഫെസിലിറ്റീസ് ആയിട്ടുള്ള ലബോറട്ടറി, ലൈബ്രറി, മ്യൂസിയം ഒക്കെ നമ്മൾ നേരെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഇപ്പം ഓരോ സയൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ലബോറട്ടറിയുടെ സഹായം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ക്ലാസ് റൂം മാത്രം യൂസ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ലാബിൽ ചെന്ന് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ അത് ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എയ്ഡ്സ് ഒക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അതൊക്കെ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ടോപ്പിക് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ, മോട്ടിവേറ്റഡ് ആവുള്ളൂ കുട്ടികൾ. ഓക്കെ, അടുത്തത് പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഓഫ് അച്ചീവ്മെന്റ്സ്. ഓക്കെ, അപ്പം ഇത് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഫീഡ്ബാക്ക്. അവരുടെ പ്രോഗ്രസ് അറിയാൻ എല്ലാ കുട്ടികൾക്കും താല്പര്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഒരു ടാസ്ക് ആയിക്കോട്ടെ, അത് ഫിനിഷ് ചെയ്യുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോട്ടിംഗ് കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ. അതായത് ക്ലാസ് റൂംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് 2 തരത്തിലുള്ള കോമ്പറ്റീഷനാണ് ഉണ്ടാവാറ്. അതായത് സ്റ്റുഡൻസ് പരസ്പരം കോമ്പീറ്റ് ചെയ്യും. എക്സാംസിൽ ഫസ്റ്റ് വരാനായിട്ട് സ്റ്റുഡൻസ് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് സ്വന്തം റെക്കോർഡ്, അതായത് സ്വന്തം അച്ചീവ്മെൻറ്റ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ്റ്റ് ഉള്ള ആ റെക്കോർഡ് മറികടക്കാൻ വേണ്ടി സെൽഫായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 തരത്തിലുള്ള കോമ്പറ്റീഷനാണ് ക്ലാസ് റൂംസിൽ കാണാറ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഹെൽത്തി മാനറിൽ, അല്ലെങ്കിൽ കുറച്ച് അൺഫെയർ ആയേക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് പരസ്പരം എന്താണ് കോപ്പറേറ്റ് ചെയ്ത് വേറെ ഗ്രൂപ്പുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് കാണാറുണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് പലതരത്തിലുള്ള വാല്യൂസ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സെൻസ് ഓഫ് യൂണിറ്റി, ടീം സ്പിരിറ്റ്, കമ്മ്യൂണിറ്റി ഫീലിംഗ്, അങ്ങനെ ഒരുപാട് വാല്യൂസ് ഒക്കെ ഇത്തരം സിറ്റുവേഷൻസിൽ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ബ്ലെയിം ആണ്. ഓക്കെ, പ്രൈസ് ആൻഡ് ബ്ലെയിമിന്റെ കേസ് പറയുമ്പോൾ അത് ടീച്ചർ ജുഡീഷ്യസ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പ്രൈസ് ആണോ ബ്ലെയിം ആണോ, ഓരോ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പ്രൈസ് ആണോ ബ്ലെയിം ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചറുടെ തീരുമാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞൊരു കുട്ടിയെ നമ്മൾ ബ്ലെയിം ചെയ്യുക, ചില കേസസിൽ നെക്സ്റ്റ് ടൈം നല്ല മാർക്കോടുകൂടി പാസ്സാവും. പക്ഷെ ബ്ലെയിം ചെയ്തിട്ട് യൂസ് ഇല്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്. അപ്പം അത് ലേണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അപ്പോൾ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ പവർഫുൾ ഇൻസെന്റീവ്സ് ആണ്. അതും ലേണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 3 മോട്ടിവേഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.